13ാമത്തെ വയസ്സിൽ പാലക്കാടുള്ള ഗോപിയേട്ടൻ്റെ പച്ചക്കറി കടയിൽ നിന്ന് പുള്ളിയുടെ മുണ്ടളാമോനെ എന്നുള്ള തെറിവിളി കേട്ടിട്ടാണ് നമ്മൾ ജോലിക്ക് പോയി തുടങ്ങുന്നത്. അതായത് പുള്ളിയുടെ പച്ചക്കറി കടയിൽ നിന്ന് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യണത്. വേറൊരാളുടെ കീഴിൽ പണിക്ക് പോയി തുടങ്ങേണ്ട. ഇപ്പോൾ എനിക്ക് 34 വയസ്സായി. ഞാനിപ്പോൾ 7 കൊല്ലത്തോളമായിട്ട് ഞാനിപ്പോൾ ഒരു സ്വന്തമായിട്ട് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ സ്റ്റിൽ നല്ല കട്ടപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കേണ്ട പ്രായം തന്നെയുണ്ടാ. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഞായറാഴ്ച ക്ലീനിങ് ആണ്, വർക്ക്ഷോപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ ഞാനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ പിള്ളേർ ചേട്ടൻ മാറുന്നു ഞാൻ ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർ എന്നെ കൂടി ചെയ്യിപ്പിക്കാതെ അവർ ചെയ്യുക എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന കാര്യമുള്ളൂ, നമുക്ക് ഈ ചൊട്ടയിലെ ശീലം ചുടലവരെയെന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ശീലിച്ച ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്നോട് പല ആൾക്കാരും വന്ന് പറയും, ബിസിനസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥാപനം നടത്തുന്ന സമയത്ത് നീ ജോലിയെ നിൽക്കരുത്, നീ ജോലിയെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പണി നീങ്ങില്ല, നീ ഡീൽ ചെയ്യണം, മേളിലെ ടോപ്പിൽ നിന്ന് നീ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാട്ടാ. നമുക്കത് പറ്റില്ല. കാര്യം ഞാൻ തൃശ്ശൂർ കൈലിപ്സിന് വർഷോപ്പിൽ ഒരു ചിപ്സ് കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഈ കായത്തൂലിയൊക്കെ വേസ്റ്റൊക്കെ ചീഞ്ഞ് കഴിഞ്ഞ വേസ്റ്റൊക്കെ നമ്മൾ കോരിക്കൊണ്ട് കളയുന്ന കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നൊരാൾക്ക് നമുക്കൊരു സ്ഥാപനത്തിൽ ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പണി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളതിനെ കൂടെ നിന്ന് ജോലി ചെയ്ത് ശീലിച്ചു പോയി. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ നമ്മൾ ജോലി ചെയ്ത് ശീലിച്ചു പോയി. ഇപ്പം ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാരെല്ലാം ചെറുപ്രായത്തിൽ തന്നെ ജോലി ചെയ്യുന്നേക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ജോലി ചെയ്യാതെ കുറച്ചിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാര്യം എനിക്ക് അവിടെയൊക്കെ വേദനയൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറടി, ഞാൻ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് ആവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കാലത്ത് 9 മണിക്ക് വന്നാൽ രാത്രി 10 മണിയൊക്കെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. പക്ഷേ അത് നമുക്കൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മളിവിടെ പോയി വെറുതെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവിനൊക്കെ ഈ പുറമൊക്കെ വെറുതെ പോയി കുറച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുമ്പുറമൊക്കെ ഇങ്ങനെ വേദനിക്കും. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്നെ പോലെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാരും. അപ്പോൾ നിങ്ങളും ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടരാരെങ്കിലൊക്കെ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റോട് മറക്കണ്ട കേട്ടോ.